ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷറഫീസ് ഡേബുക്ക്. ഷറഫീസ് ഡേബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഒന്ന് റെഡിയായിക്ക് നിൽക്കുകയാണ് കേട്ടോ. നമ്മളിന്ന് മാമലക്കണ്ടം വരെ പോവാണ് കേട്ടോ. അതും ജീപ്പിൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ജീപ്പിൽ കയറാൻ പോകുന്നത്. ഒരു ഓഫ് റോഡ് ട്രിപ്പ് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബൈക്കിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇക്കയുടെ ഒരു ഫ്രണ്ടിൻ്റെ ജീപ്പിലാണ് കേട്ടോ നമ്മളിന്ന് പോകാൻ പോണത്. അപ്പോൾ അവരിതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞാപ്പി ആദ്യമൊക്കെ ജീപ്പിൽ കയറിയപ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ ഓഫ് റോഡിലേക്കൊക്കെ കയറി കഴിഞ്ഞപ്പോൾ അവന് നല്ലോണം ബോറടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ടൈമിലും ജീപ്പിൽ തന്നെയായിരുന്നല്ലോ. അപ്പോൾ അവനക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇടക്ക് പോണ വഴിക്കൊക്കെ നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടപ്പോൾ അവിടേക്ക് ഇറങ്ങി കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഒത്തിരി കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുമ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയിട്ടൊരു ആനേനെ പോലും കണ്ടില്ല കേട്ടോ. ഒരു മൃഗത്തിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഒരു കടയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് റൈഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാപ്പി അവരുടെ ബൈക്കിൽ തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരാൾ വന്നിട്ട് അവനെ ബൈക്കിൽ കയറ്റി ഇരുത്തി. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം അവനെ അവിടെ ഇരുത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും ജീപ്പിൽ കയറിയപ്പോൾ നമ്മൾ ജീപ്പിൽ അവിടെ നിന്ന് കയറുമ്പോഴേ കുറച്ച് ഫ്രൈ ഐറ്റംസൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അതൊക്കെ കഴിച്ചുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മാമലക്കണ്ടം ഹൈസ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും പല ആൾക്കാരും ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഫോട്ടോ ഇടുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഇടാൻ എന്താണ് ഇത്രമാത്രം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. അവിടെ വെള്ളച്ചാട്ടം, സ്വന്തമായിട്ട് വെള്ളച്ചാട്ടം അടുത്തുള്ളൊരു സ്കൂൾ തന്നെയാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. എത്ര പേരാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ അന്ന് ഒത്തിരി പേരവിടെ കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മളത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആനക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കൂട്ടായിട്ട് ആനകൾ വെള്ളം കുടിക്കാൻ ആയിട്ട് ഇറങ്ങി വരും. അതുകൊണ്ടാണ് അവിടെ ആനക്കുളം എന്നുള്ള പേര് വന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് നമ്മളൊരു സന്ധ്യയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു 1-2 മണിക്കൂറോളം അവിടെ നിന്ന് നോക്കി. പക്ഷെ ഞങ്ങൾക്ക് ആനേനെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ആ കാട്ടിലൂടെ ഉള്ളൊരു ആ ജേണി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ ജീപ്പിലും ഞാൻ ആദ്യമായിട്ടാണ്, ട്രക്കിങ്ങിനൊന്നും ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ജീപ്പിൽ ഓഫ് റോഡ് പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് കുറച്ചൊരു ആദ്യമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, മേലിലെ കുറച്ച് അസ്വസ്ഥതയും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം. എന്തായാലും കുഞ്ഞാപ്പിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവനക്ക് അങ്ങനെ ജീപ്പിലിരുന്ന് കുലുങ്ങും ഒക്കെ ചെയ്തിട്ട് അവനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറേ നേരമൊക്കെ അവൻ ഉറങ്ങി. പിള്ളേർക്ക് അങ്ങനെ ഈ വണ്ടിയിലൊക്കെ ഇങ്ങനെ വണ്ടിയുടെ അകത്ത് മാത്രം ഇരുന്ന് പോകാൻ അല്ലെങ്കിൽ ഇഷ്ടമുണ്ടാവില്ല. നമുക്ക് വലിയ ആൾക്കാർക്ക് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് നമ്മളതൊക്കെ ആസ്വദിച്ചിരിക്കും. കൊച്ചിന് നല്ല ബോറടിയുണ്ടായിരുന്നു. ഞാൻ അവന് പറഞ്ഞേക്കണത് ഇനി അങ്ങനത്തെ സ്ഥലത്തേക്കാണ് പോകണമെങ്കിൽ ഞാൻ വന്നില്ല എന്ന് അവൻ നേരത്തെ പറഞ്ഞേക്കാണ് ഞങ്ങളുടെ അടുത്ത്. നമ്മൾ ഇടയ്ക്കുള്ള സ്ഥലത്തൊക്കെ നിർത്തി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴാണ് നമുക്കവിടെ ടോയ്ലറ്റും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുവരെ നമ്മൾ ഫുൾ കാട്ടിലൂടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല എങ്ങും അങ്ങനെ ഇറങ്ങാനോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറിയപ്പോൾ തന്നെ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് കഴിഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ വണ്ടിയൊന്നും നിർത്താൻ പാടില്ല, സൈഡിൽ ഒതുക്കിയിട്ട് അവിടെ ഇറങ്ങി നിൽക്കാനൊന്നും പാടില്ല. എന്ന് വെച്ചാൽ വല്ല മൃഗങ്ങളൊക്കെ വരണ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി റിലാക്സ് ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മറ്റേ ഞാൻ പറഞ്ഞ ആനക്കുളത്തേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞാനും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാട്ടിലൂടെ പോകുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷേ ആ സ്ഥലത്തെ മാമലക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്തെ വ്യൂ, അതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കണ്ട് തന്നെ അറിയേണ്ട കാഴ്ചയുണ്ടോ. ആ കാട്ടിലൂടെയുള്ള ആ ഒരു ജേണി ഉണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും പോവാത്തുണ്ടെങ്കിൽ പോയി കാണുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്